എട്ടിലെ പശു പുല്ലും തിന്നില്ല, ഐസക്കിന്റെ വാക്കുകൾ പണവും കൊണ്ടുവന്നില്ല. ഒടുവിൽ ചിട്ടിയുമില്ല, വട്ടിയുമില്ല, ജനങ്ങൾ പിച്ചച്ചട്ടി എടുക്കാതിരുന്നാൽ കിഫ്ബിയിലേക്ക് എങ്ങനെ പണം വരുമെന്നതിൽ ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ല ഒരു ഭാഗമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്. ആ തിയറി കേട്ടു. കിഫ്ബിയുടെ ബോണ്ടിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോയിരുന്നു. അപ്പോൾ നാട്ടിലും നടത്തും, വിദേശത്തും നടത്തും, നാട്ടിൽ പ്രവാസി ബന്ധുക്കളോട്. കാരണം കിഫ്ബി പദ്ധതി പ്രകാരം തുടങ്ങാൻ പോകുന്ന പ്രൊജക്ടുകൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. ഏത് മണ്ഡലം എടുത്താലും ഒരു ശരാശരി 300-400 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളുണ്ട്. അപ്പം അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ത്യാഗം സഹിക്കേണ്ട. ഏതായാലും ബാങ്കിൽ കൊണ്ടേ പണം ഇടുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സൗകര്യമുള്ളതല്ലേ ചിട്ടി ചേർന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയും തള്ളിയത് കളയില്ല. എട്ടിലെ പശു പുല്ലും തിന്നില്ല, ഐസക്കിന്റെ വാക്കുകൾ പണവും കൊണ്ടുവന്നില്ല. ഒടുവിൽ ചിട്ടിയുമില്ല, വട്ടിയുമില്ല, ജനങ്ങൾ പിച്ചച്ചട്ടി എടുക്കാതിരുന്നാൽ